ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് കാണുമല്ലോ അല്ലേ? പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് വത്തിക്കാൻ സിൽക്കാണ്. എല്ലാവരും ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഫാബ്രിക്കാണ്. ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ഉൾവശമാണ്. ഇത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഈ ഒരു പ്രിൻ്റ് വന്നിരിക്കുന്നത്. 58 ഇഞ്ച് വിഡ്ത്ത് വരുന്ന നല്ലൊരു സിന്തറ്റിക് ഫാബ്രിക്കാണ്. വത്തിക്കാൻ ഡിസ്ചാർജ് ഫോയിൽ പ്രിൻ്റ് ആണ് കേട്ടോ. ഡിസ്ചാർജ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ക്ലോത്തിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരാൻ ചാൻസ് ഉള്ള ക്ലോത്തല്ല, പ്രീമിയം ക്ലോത്താണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ വത്തിക്കാൻ നമുക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയുള്ളതാണ്. അപ്പോൾ ഗ്യാരൻറ്റി ക്ലോത്താണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇത് ഡിസൈൻ വരുന്നത് ഒരു റെഡ്, ചിക്കു, ക്രീം, അതുപോലെ തന്നെ പിന്നെ അതിൽ ആ ഒരു ഫോയിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഇങ്ങനെ വരുന്നത് നമുക്ക് കോഡ് സെറ്റിനൊക്കെ പറ്റുന്ന ടൈപ്പ് ക്ലോത്താണ്. ഇനി സെയിം ബ്ലാക്ക് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതേ ഒരു ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന അടുത്ത കളറാണ് നേവി ബ്ലൂ. ഡിസൈൻ്റെ കളറെല്ലാം ഒരേ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബേസ് കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരു റെഡും ചിക്കു, അതുപോലെ ഒരു ആഷ് കളറ്, പിന്നെ ഒരു ക്രീം കളറ്, പിന്നെ ഒപ്പം ഫോയിൽ പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കോട്ട് സെറ്റിനൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ ഗൗൺ അടിക്കാൻ, ഫ്രോക്ക്, പിന്നെ നൈറ്റ് വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് വാങ്ങിച്ചു. 2.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ, 2.5-2.25 ഉണ്ടെങ്കിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്നു ഈ 2 കളേഴ്സിൽ. അതുപോലെ ഷർട്ടിനും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്യേണ്ടി വരും ഷർട്ടൊക്കെ അടിക്കുമ്പോൾ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സിന്തറ്റിക് ടൈപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കുത്തുന്ന പോലെ തോന്നും. നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ല ഒരു ഓഫ് വൈറ്റിലാണ്. ഇതിലും രണ്ട് കളറിൽ ഡിസൈൻ വരുന്നു. ഫസ്റ്റ് ഇത് ഒരു വൈൻ കളറിലേക്ക് വരുന്നു കേട്ടോ. വൈൻ കളർ ഡാർക്ക് ആൻഡ് ലൈറ്റ് വൈനാണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് എന്നും പറയാം. അങ്ങനെ ഇത് ഉൾവശമാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. എല്ലാ ക്ലോത്തിൻ്റെയും വിട്ട് വരുന്നത് 58 ഇഞ്ച് തന്നെയാണ്. നല്ല ഫൈൻ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഓഫ് വൈറ്റ് കളറിനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓഫ് വൈറ്റ് ചിക്കു ഷെയ്ഡ് നമുക്ക് പിന്നെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചിക്കു ഷെയ്ഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേനും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് പ്ലെയിൻ ബോട്ടം ആണെങ്കിൽ വൈൻ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു കളറ് വരുന്നു. ഇത് കുറച്ച് ബ്രൈറ്റായിട്ട് കിട്ടുന്ന വൈൻ, ഇത് അല്പം കൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന വൈൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 കളറിലും ബോട്ടം അവൈലബിൾ ആണ്. ബോട്ടം രണ്ടും ചേരുന്നതാണ് കേട്ടോ. രണ്ടും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ആവാം. ഇനിയില്ല സെയിം കളർ തന്നെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ സെയിം കളർ ബോട്ടം ആയാലും ഓക്കെയാണ്. അപ്പോൾ പ്ലെയിൻ ക്ലോത്തിൻ്റെ റേറ്റ് വരുന്നത് 138 ആൻഡ് പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 178 കേട്ടോ, 178. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ നല്ല ഒരു ഗ്രീൻ കളറിലേക്കാണ് വരുന്നത്. ഗ്രീൻ കളറാണെങ്കിലും 2 കളർ കോമ്പിനേഷൻ ഇതിൽ വരുന്നുണ്ട്. ബോട്ടിൽ ഗ്രീനും വരുന്നുണ്ട്, ഡാർക്ക് പീക്കോ ഗ്രീനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. ആ ഒരു ഓഫ് വൈറ്റിൽ ആ ഒരു പ്രിൻ്റ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ 2 കളറും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇങ്ങനെ വരുന്നു ആ ഒരു ക്ലോസർ വ്യൂ കേട്ടോ. ഇനി ഇത് കോട്ട് സെറ്റായിട്ട് തയ്ക്കാൻ നല്ലതാണ്. ഇല്ലെങ്കിൽ പ്ലെയിൻ ബോട്ടം ആണെങ്കിൽ നമുക്ക് പീക്കോ ഗ്രീനിൽ ഇങ്ങനെ പ്ലെയിൻ ബോട്ടം ഉണ്ട്. പ്ലെയിനിൻ്റെയും വിഡ്ത്ത് വരുന്നത് 58 ഇഞ്ച് തന്നെയാണ് കേട്ടോ. പ്രിൻറ്റിൻ്റെയും വിഡ്ത്ത് 58 ഇഞ്ച് തന്നെയാണ്. ഇനി നെക്സ്റ്റ് കളർ ചേഞ്ച് ഇങ്ങനെ ഡാർക്ക് ഗ്രീനിലേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെയാണേലും ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇതൊരു പൊന്മാൻ കളറൊക്കെ ഇല്ലേ, ആ ഒരു കളറാണ് കേട്ടോ. കിങ് ഫിഷർ ബ്ലൂ ഇങ്ങനെ വരുന്നു.
ഇനി ഇതിന് ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ഇത് ഒരു വെറൈറ്റി ഗ്രീനാണ്. പക്ഷേ ഇത് ഫോട്ടോയിൽ പ്ലെയിനിൻ്റെ കളറ് കറക്റ്റ് അല്ല കേട്ടോ. ആ ഒരു ഗ്രീൻ ഇതിലുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീനിൻ്റെ അകത്ത് ഉള്ള ഒരു കളറാണത്. പക്ഷെ നമുക്കത് അങ്ങ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആവുന്നില്ല. ഇതിന് കറക്റ്റ് പ്ലെയിൻ കോമ്പിനേഷൻ സെയിം ആയിട്ട് കിട്ടിയില്ല. കോഡ് സെറ്റ് ടൈപ്പായിട്ടാണ് വന്നത് കേട്ടോ. എല്ലാം കോഡ് സെറ്റ് ടൈപ്പാണ് വരുന്നത്. നമ്മൾ പിന്നെ അതിന് പ്ലെയിൻ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാത്തിനൊന്നും കിട്ടില്ല, അതാണ് പ്രശ്നം. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു പ്രിൻ്റ് കണ്ടാൽ പെയിൻ്റ് അടിച്ചതുപോലെ തോന്നും. പെയിൻ്റ് അല്ല കേട്ടോ, അത് പ്രിൻ്റാണ്. അപ്പോൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് വരുന്നത്. നല്ലൊരു റാണി പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ്. എനിക്ക് ഈ ഒരു കളർ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു 4-5 എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നിട്ടില്ലായിരുന്നു. ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയാണ്. നമുക്ക് കുറച്ച് ഒന്ന് തിളങ്ങി നിൽക്കണം, നല്ലൊരു കളർ വേണം എന്നുള്ളവർക്ക് നല്ലൊരു സജഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ കേട്ടോ. ഇതിന് പ്ലെയിൻ ക്ലോത്ത് ഉണ്ട്. ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ക്ലോത്ത് വന്നിട്ടുണ്ട്. ഇതിന് റെഡ് ആണെങ്കിലും ഓക്കെയാണ്, റാണി പിങ്ക് ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഡിസൈനാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. റേറ്റും വിഡ്ത്തും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്മകളും ആശംസയും നേരുന്നു. താങ്ക്